പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ 10/8/2024 മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകാൻ സഹായിക്കുന്ന ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ നൽകാനായി ഏതൊക്കെ കോളേജുകളാണ് വന്നിരിക്കുന്നത്, എത്ര സീറ്റുകളാണ് അവിടെയുള്ളത്, എല്ലാ കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ INC അംഗീകാരമുണ്ടോ, പിന്നെ ഓരോ കോഴ്സിനും ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും വരുന്ന ഫീ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുന്ന 12 കോഴ്സുകൾ ഏതൊക്കെയാണ്, ഒരു വിദ്യാർത്ഥിക്ക് എല്ലാത്തിലേക്കും താല്പര്യമുള്ള എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നു, പിന്നെ കോളേജ് ലിസ്റ്റിൽ കാണുന്ന മൈനോറിറ്റി സീറ്റ്, NRI സീറ്റ്, ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിരിക്കുന്ന കോളേജ് ലിസ്റ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കോളേജുകളും ഏതൊക്കെയാണ്, എത്ര സീറ്റുകളാണുള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്നത് BSc നഴ്സിംഗിൻ്റെ ഗവൺമെൻറ് കോളേജുകളാണ്. 14 കോളേജുകളാണുള്ളത്. അതിൽ ഓരോ കോളേജിലും എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നത് നൽകിയിട്ടുണ്ട്. അവിടെ നൽകേണ്ട ഫീസ് എത്രയാണ് എന്നുള്ളതും നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച 23,170 രൂപയാണ് ആകെ ഫീസ് വരിക. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നത് എങ്കിൽ 93,325 രൂപയാണ് ഫീസ് വരിക. ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിച്ചാൽ ആകെ വരുന്ന ഫീസ് പൂർണ്ണമായിട്ടും നിങ്ങൾ ഓൺലൈനിൽ ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരുന്നതാണ്. ഓൺലൈനിൽ ഫീ പേയ്മെൻറ്റ് അങ്ങനെ നടത്തേണ്ടതാണ്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നതെങ്കിൽ 93,325 രൂപയിൽ 25,000 രൂപ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരും. ബാക്കി തുക നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് കോളേജിൽ നൽകേണ്ടി വരിക. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം, OECക്ക് തുല്യമായിട്ട് സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അവരും അതുപോലെ തന്നെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, ഇവരെല്ലാവരും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട്, ടോക്കൺ ഫീ ആയിട്ടും അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ സമയത്തും ആകെ നൽകേണ്ട തുക 1000 രൂപ മാത്രമാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, BSc നഴ്സിംഗ് അഡ്മിഷൻ നടത്തുന്ന എല്ലാ കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ, INC അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം. കഴിഞ്ഞ വർഷം ആരംഭിച്ച ചില ഗവൺമെൻറ് കോളേജുകൾക്ക് INC അംഗീകാരം നിലവിലില്ല. പക്ഷേ ആ കോളേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. INCയുടെ വിസിറ്റ് വരുന്ന മുറയ്ക്ക് ആ കോളേജുകൾക്കെല്ലാം INC ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ആ കോളേജുകളിൽ ചെയ്തു വരുന്നുണ്ട്. BSc നഴ്സിംഗിന് 130ഓളം കോളേജുകളുണ്ട്. പക്ഷേ ഇതിൽ 110 കോളേജുകൾ മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കോളേജുകളിൽ കേരള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വിസിറ്റ് പൂർത്തിയാക്കിയ ശേഷം അംഗീകാരം ലഭിക്കുമ്പോൾ ആ കോളേജുകളിലേക്കും ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. ഈ വർഷം 12 കോഴ്സുകളിലേക്കും ഒരുമിച്ച് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഏത് കോഴ്സിലേക്കും ഏത് കോളേജിലേക്കും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് അവ എന്ന് നോക്കാം. ഒന്നാമതായി നഴ്സിംഗ്, രണ്ടാമത് MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പിന്നെ ഡയാലിസിസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, പിന്നെ BASLP ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ് അറിയുന്നത്. പിന്നെ കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി എന്നിവയാണ് ആ 12 കോഴ്സുകൾ. ഇനി കോളേജ് കോഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കോളേജുകളുടെ നേരെ NRI കോട്ട, NRI എന്നും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റ് എന്നും അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി സീറ്റ് എന്നും എഴുതിയതായിട്ട് കാണാവുന്നതാണ്. ഇത് ആ കോളേജുകളിൽ അത്തരം റിസർവേഷൻ പ്രകാരം എത്ര സീറ്റുകളാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. NRI കോട്ട സീറ്റാണെങ്കിൽ NRI സ്റ്റാറ്റസ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അതിലേക്ക് ഓപ്ഷൻ നൽകിയാൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക. അതുപോലെ തന്നെയാണ് മൈനോറിറ്റി സീറ്റ്, ആ ഒരു റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അതിലേക്ക് ഓപ്ഷൻ നൽകിയാൽ അലോട്ട്മെൻറ്റ് ലഭിക്കുക. ഇങ്ങനെ മൈനോറിറ്റി സീറ്റിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഫീസ് ഇളവിന്, പ്രത്യേകിച്ചും ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൽ ഫീസ് ഇളവ് ലഭിക്കുന്നതല്ല. അവർക്ക് ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ ഇത്തരം റിസർവേഷൻ സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ ഫീസ് ഇളവ് ലഭിക്കുന്നതല്ല. LBSന്റെ മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമേ ഫീസ് ഇളവ് ലഭിക്കുകയുള്ളൂ. നാളെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചാൽ ഉടൻ തന്നെ കൃത്യമായിട്ടുള്ള ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.